യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. നാശം ഉണ്ടാക്കും പാപനാശം വരുത്താൻ പരമേശൻ ജഗത്തിൽ മർത്യാവേഷം ധരിച്ചു വന്ന യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. ആർക്കും ചൊല്ലാകുന്ന നാമം, എങ്ങും ആരാധിപ്പാനുള്ള നാമം. പേയ്ക്കും പേയിൻ പടയ്ക്കും ഭീതി ചേർക്കുന്ന നാമം, മൂർഖ പാപികൾക്കും വിമോക്ഷം നൽകുന്ന നാമം. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രാർത്ഥനാ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. അടിയനെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗം എല്ലാവരെയും അറിയുന്നല്ലോ, എല്ലാ വിഷയവും കാണുന്നല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അടിയൻ അങ്ങയുടെ പക്കൽ ഏൽപ്പിക്കുകയാ കർത്താവേ. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. വലിയൊരു സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന പൈതങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, തന്ന കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപിടിച്ചിൽ ഏൽപ്പിച്ചു തരുന്നു. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയതാ. ആമേൻ. താഴും വീണും പോകേണ്ടെന്ന സ്ഥാനത്ത് പൊന്നുകരി ഞങ്ങളെ ചാർത്ത് പിടിച്ച് അത്ഭുതം അതിശയമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നപ്പാ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഇന്ന് പകൽക്കാലം അവിടുത്തെ കരം പിടിച്ച് നടപ്പാൻ സഹായിക്കണം. അവിടുത്തെ വഴികളിൽ ഞങ്ങളെ നടത്തുമാറാകണം. അവിടുത്തെ ആലോചന ഞങ്ങളെ അറിയിക്കുമാറാകണം. ശത്രു ഞങ്ങളെ കാണരുതേ കർത്താവേ. ദുഷ്ട പിശാച് ഞങ്ങളെ തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിച്ചത്താൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും മുദ്രവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. അവരുടെ പരീക്ഷയിലൊക്കെ കൂടെ ഇരിക്കണമേ കർത്താവേ. അമ്മ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയത്തോടെ നടത്തണമേ. ദൈവഭയത്തിൽ ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. പ്രാർത്ഥനയോടെ പഠിക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് കർത്താവേ, 12-ാം തീയതി നടക്കുന്ന എക്സാമിനായി പ്രാർത്ഥിക്കുന്നു. 26-ാം തീയതി നടക്കുന്ന എക്സാമിനായി പ്രാർത്ഥിക്കുന്നു. 28-ന് നടക്കുന്ന എക്സാമിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയുന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമൽമോനെയും അവൻ്റെ കൂട്ടുകാരെയും സമർപ്പിക്കുന്ന കർത്താവേ. നിതിൻമോനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹന്നാമോളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാദശാമോനായി പ്രാർത്ഥിക്കുന്ന പിതാവേ. എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ആശിഷ്മനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജിജോമനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ നീ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ. എൻ്റെ കർത്താവേ, നിൻ്റെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണം. എൻ്റെ അപ്പൻ്റെ ബുദ്ധിയും ആലോചനയും അവർക്ക് കൊടുക്കണം. നന്നായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിച്ച് പരീക്ഷ എഴുതണം. വലിയ മാർക്കോടെ പാസ്സാകണം. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കൊണ്ടുവന്ന് അവരെ എത്തിക്കുമാറാകണം. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കട്ടെ കർത്താവേ. ഈ ദൈവത്തിൽ ആശ്രയിച്ച് അവർ ജീവിക്കട്ടെ കർത്താവേ. എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി കാണപ്പെടുവാൻ സഹായിക്കണം. മാതാപിതാക്കൾക്ക് നന്മയും അനുഗ്രഹം കൊണ്ടുവരട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമം അനുഗ്രഹിക്കപ്പെടുന്ന നാമമാണെന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയട്ടെ കർത്താവേ.
അപ്രകാരം അവരെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി നൽകും. ഞങ്ങളതോർത്തങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വലിയൊരു ജയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പൻ്റെ കരം അവരെ ചേർത്ത് പിടിച്ചോളണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങനെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. അജേഷ്മനായി, അഭിലാഷ്മനായി, അമ്പിളിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, സ്തോത്രം സ്തോത്രം. അഭിജിത്തിനായി, മണിക്കായി, മനുവിനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ നീ ഉള്ളതുപോലെ കാണുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമാർന്നതെല്ലാം ഉയർത്തിൽ ദാനമായി കൊടുക്കണമേ. സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലി ചെയ്യാൻ മനസ്സില്ലാതെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ സ്വർഗം അവരെ സഹായിക്കണമേ കർത്താവെ. അവരോട് മനസ്സലിയണമേ നാഥ. അവർക്ക് ഉത്സാഹവും ഉത്തരവാദിത്വവും കൊടുക്കണമേ. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. സന്തോഷത്തോടെ അത് ചെയ്യുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവെ. അടിയൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. അവിടുന്ന് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സ്തോത്രം. വീടിൻ്റെ അകത്ത് വീടിനടുത്ത് പോകുവാനും വരുവാനുമുള്ള സൗകര്യ സ്ഥാനത്ത് ജോലി ലഭിക്കാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നൊരു ജീവിതമുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഉള്ളതുപോലെ നീ കാണുന്ന ദൈവമാ. അവസ്ഥകളെ അറിയാവുന്ന കർത്താവാ. അത്ഭുതത്തിൻ്റെ വഴി തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കൂട്ടുകെട്ടിലൊക്കെ ആകപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ മദ്യപാനികളായിത്തീരുന്ന അവസ്ഥ സ്വർഗം കാണുന്നില്ല. പ്രാർത്ഥനയെ ചോദിച്ച് ജീവിതമുണ്ടപ്പ ഏൽപ്പിച്ചു തരികയാ. രൂപാന്തരപ്പെടുത്തിയ മതിയാവ് കർത്താവേ. സ്തോത്രം. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണേപ്പാ. കുഞ്ഞുങ്ങളൊന്നും ഹല്ലേലൂയ കർത്താവേ വഷളരായി പോകാൻ അനുവദിക്കല്ലേ. ഭാവിയെക്കുറിച്ചൊരു ബോധം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടും ദൈവകൃപയോടും ഒന്നായിത്തീരുവാൻ ഇടയാക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. തക്ക തുണി ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ട മക്കളുണ്ട് കർത്താവേ. തക്ക തുണി അവർക്ക് ഒരുക്കി കൊടുക്കണം. അവരുടെ വിവാഹം നടക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ ദിവസങ്ങളിൽ നടക്കേണ്ട വിവാഹങ്ങൾക്കായിട്ടൊക്കെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെയും സ്വർഗത്തിലെ അപ്പത്തിനിറങ്ങി ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. അസന്ധിയോളം കൂടെ എന്ന് സുഖപ്രസവം നൽകി ഗുണമില്ലാത്ത വൈദ്യങ്ങളെയൊക്കെ കൊടുത്ത് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുണ്ട്. ICU, CCU, വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷന് വിധേയപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ഡെലിവറി റൂമിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അത്ഭുതത്തിൻ്റെ കരം നീട്ടണം, വിട്ടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച സഹോദരി, അവളുടെ പ്രിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നല്ലോ. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു നടിയൻ പൂർണ്ണമായും വിശ്വസിക്കുക കർത്താവെ. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ കടന്നു പോകാൻ ഇടയാക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ സഹായിക്കുമാറാകണം. ആമേൻ. ആ കുടുംബത്തെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവർ, ഹല്ലേലൂയ കർത്താവെ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖ സംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവെ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മുഴിയാൽ ഭാരപ്പെടുന്ന ജീവിതം, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ കർത്താവെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരെ എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശരീരമാസകലം നീർക്കെട്ട് മതിവേദനയും ഉള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവെ, ചുട്ടുപൊള്ളുന്ന ആമേൻ പുകച്ചിലിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്തവർ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, എൻ്റെ കർത്താവെ, പുറത്ത് വേദനയാൽ, കൈയുടെ വേദനയാൽ ഭാരമുള്ളവർ, എൻ്റെ കർത്താവെ, സ്തോത്രം. അപ്പനെ, അവിടുന്ന് എല്ലാവരെയും കാണുന്ന ദൈവമാണല്ലോ. അവിടുത്തെ ഗിലിയാദിലെ സുഗന്ധ കുഴുമമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ ഒന്ന് തലോടുമാറാകണം. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടുന്ന് ഒന്ന് തൊട്ടാൽ മതിയപ്പാ. എല്ലാ രോഗത്തിനും അവിടുന്ന് വിടുതൽ ലഭിക്കുമല്ലോ കർത്താവെ. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, പല്ലിൻ്റെ വേദനയാലും ചെവിയുടെ വേദനയാലും ആമേൻ ഇൻഫെക്ഷനാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം ഓരോരുത്തർക്കും കൊടുക്കുമാറാകണം.
ഈ സമയം കടഭാരത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും എൻ്റെ അപ്പച്ചൻ തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി നന്ദി പറയുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ കർത്താവെ. ആമേൻ. പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ട് കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവെ. സ്തോത്രം. ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം കർത്താവെ. അങ്ങനെ ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അലമുറയിട്ട് കരയുന്ന ജീവിതങ്ങളുടെ മേൽ ആശ്വാസം പകരുന്ന ദൈവം നീ മാത്രമാകിയാൽ മുൻപോട്ട് ജീവിക്കാനുള്ള പ്രത്യാശയും ധൈര്യവും ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിച്ചാട്ടപ്പാ. ദൈവമായ കർത്താവെ സ്തോത്രം കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയൊരു ശേഷിപ്പ് നൽകണമേ കർത്താവെ. ഒരു കുറവും കൂടാതെ എല്ലാ മക്കളെയും പോറ്റി പുലർത്തുന്ന ദൈവം അവിടുന്നാകിയാൽ പിന്നെയും സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളണമേ കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. പ്രത്യേകിച്ച് യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം വേണമപ്പാ. സന്തോഷത്തോടെ യാത്ര ചെയ്ത് നിശ്ചസ്ഥാനത്ത് എത്തുവോളം അവിടുത്തെ വിരിക്കപ്പെട്ട ചെറുകളിൽ എല്ലാവരും മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശം കയറി യാത്ര ചെയ്യുന്നവരെ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ സ്വർഗം പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ഈ സമയം കർത്താവേ സ്തോത്രപ്പാ. ഹല്ലേലൂയ. അനാഥരെ, വിധവകളെ എല്ലാം സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, പൈതങ്ങളുണ്ടപ്പാ, യുവാക്കന്മാരുണ്ട് കർത്താവെ. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശത്രുവാരെയും കാണാതെ, പിശാചി തൊടാതെ, അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരാതെ സ്വർഗവല്ലവരെയും മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവെ, വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഓരോ വാഹനത്തിലും അപ്പത്തിൻ്റെ സാന്നിധ്യം വേണമപ്പാ. ആപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാവരും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം കർത്താവെ. ഈ സമയം ദൈവമായ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട ആയിരങ്ങൾ, ഹല്ലേലൂയ, അനേക മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നവരുണ്ടപ്പാ. അവരോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അവരെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് കരുണ കാണിച്ചാട്ട്, വിഷയം ഏറ്റെടുത്താട്ട്. നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കരയുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പനല്ലാതെ പരിഹരിക്കുവാൻ മറ്റാരുമില്ല കർത്താവേ. സ്വർഗം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വസ്തു സംബന്ധമായ ചില പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെ നടുവിലും സ്വർഗത്തിലെ ദൈവം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അല്പം വസ്തു വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ജീവിതമുണ്ട്. എൻ്റെ കർത്താവേ, ഒരു ഭവനം ലഭിക്കേണ്ട ജീവിതമുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം വെച്ച് കടബാധ്യതയുള്ളവരുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് വ്യക്തി ജീവിതത്തെ അവിടുന്ന് അറിയുന്ന ദൈവമാണല്ലോ. സ്വർഗം ഇറങ്ങണമേ. കഴിഞ്ഞ നാളുകളിൽ നീ അത്ഭുതം ചെയ്ത് നടത്തിയ ദൈവമാ. വീണ്ടും നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കരത്തിലടിയെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. അപ്പോൾ അത് വിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. അനുഗ്രഹിച്ച് കാത്തോണേ കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയോടും പ്രാർത്ഥനയോടും വിശ്വസ്തയോടും എല്ലാം ചെയ്തെടുപ്പാൻ അവരെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തും വിടുവിച്ചാട്ട് കർത്താവെ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യം അയക്കണമേ. മഹാവ്യാധിയിൽ നിന്നൊക്കെ വിടുവിക്കുമാറാകണമേ. പാപബോധം ഞങ്ങളുടെ ദേശത്തിൻ്റെ ജനത്തിന്മേൽ അയക്കുമാറാകണമേ കർത്താവെ. എല്ലാ നാശങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം കർത്താവെ. ആമേൻ. എൻ്റെ യേശുവിൻ്റെ നാമം വലിയത്. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമം വളരട്ടെ. എൻ്റെ യേശുവിൻ്റെ നാമം ഉയരട്ടെ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണെന്ന് എല്ലാ ജനവും അറിയട്ടെ കർത്താവേ. എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങട്ടെ. എല്ലാ നാവും എൻ്റെ യേശു കർത്താവെന്ന് പറയട്ടെ ദൈവമേ. അതിനായി ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എടുത്ത വഴികളിൽ ഞങ്ങളെ നടത്തിക്കാട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.